ഞാനും എന്റെ അമ്മായിക്കുട്ടി അമ്മുവും ആ വേനൽക്കാലം പുലിമരത്തോട്ടത്തിലെ അച്ഛന്റെ വീട്ടിലാണ് പോയത്. പട്ടണത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് എനിക്കും അമ്മുവിനും ഒരു വലിയ ആനന്ദമായിരുന്നു. വീടിനടുത്ത് പഴയൊരു തീവണ്ടിപ്പാതയുണ്ട്. ഇപ്പോൾ ട്രെയിൻ ഓടാറില്ല, പക്ഷേ കുട്ടികൾ അവിടെ കളിക്കാറുണ്ട്. ഒരു വൈകുന്നേരം ഞാനും അമ്മുവും അവിടെ പോയി കളിച്ചിരുന്നു. ഉടനെ അമ്മുവ് പറഞ്ഞു, ചേട്ടാ നോക്ക്, അങ്ങോട്ടെങ്ങും വല്ലതുമുണ്ടല്ലോ. ഞാൻ നോക്കി. ഒരു വളരെയധികം നീളം ഉള്ള വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീ തീവണ്ടിപ്പാതക്കരയായി നടക്കുകയായിരുന്നു. മുഖം കാണാൻ പറ്റിയില്ല, പക്ഷേ കാലുകൾ നിലത്ത് തൊട്ടില്ല. അവൾ ഠോരിമമിട്ട് പറക്കുകയായിരുന്നു. ഞങ്ങൾ ഭയന്നു. ആ സ്ത്രീ നമുക്കൊരു നേരെ വരികയായിരുന്നു. ഒടുവിൽ ഒന്ന് ചോദിക്കാം, അമ്മു പറഞ്ഞു. പലരും വരാറുണ്ട് ഇവിടേക്ക്. ഇവിടെ മരണം സംഭവിച്ചതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നോട്ടോടാൻ നോക്കിയപ്പോൾ പിണറായി പെട്ടെന്ന് തണുത്ത കാറ്റ് വന്നു. ഇടിച്ചൊരും പോലെ ഞാൻ നടുങ്ങിപ്പോയി. പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ത്രീ ബറു എന്റെ പക്കലെത്തിയിരുന്നു. അവളുടെ കണ്ണ് ഇളം ചുവപ്പായി കത്തിക്കൊണ്ടിരുന്നു. വായില്ല, കാതില്ല, തലയ്ക്കും കൂന്തും ഇല്ല. പക്ഷേ കേട്ടു. ഇവിടെ നിന്നു പോകാൻ ആരാണ് പറഞ്ഞു? എന്റെ ട്രാക്ക്, എന്റെ കളിസ്ഥലം. ഞങ്ങൾ ഓടി. അമ്മുവിന്റെ കൈ പിടിച്ചുപിടിച്ച് ഞാനവളെ ഓടിച്ചു. പിന്നിൽ പിന്നെ വീണ്ടും ആ ശബ്ദം. തിരിച്ചു വരുമോ? ഞാൻ കാത്തിരിക്കും. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മുവിന്റെ പാദത്തിൽ ആഴത്തിൽ ഒരു പാട ഉണ്ടായിരുന്നു, നീല നിറത്തിൽ. അടുത്ത ദിവസം പാതയിൽ ഒരുവന് വീണ് മരിച്ചു എന്ന് ഞങ്ങൾ കേട്ടു. ഇതേപ്പറ്റി ഇനി ഞങ്ങൾ ആലോചിക്കാറില്ല, പക്ഷേ രാത്രിയിൽ ഒരേ ശബ്ദം. ഞാൻ കാത്തിരിക്കും.